ഞാൻ മിനി നജീബ്, ആർട്ടിസ്റ്റിക് ഫോറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഫെലനോപ്സിസ് ഓർക്കിഡ് തടിയിൽ എങ്ങനെ നടാമെന്നാണ്. ആദ്യം ഞാൻ ഇതുപോലത്തെ തടിയുടെ പീസിനകത്ത് നടുന്ന കാണിക്കാം. അത് ഇതുപോലെ നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള തടി വേണമെന്നില്ല, നല്ല റഫായിട്ടുള്ള വുഡാണ് കുറച്ചുകൂടെ നല്ലത്. ഇതിപ്പം കട്ട് ചെയ്ത് പീസിനകത്ത് എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ പോളിഷ്ഡ് ആയിട്ടിരിക്കുന്നത്. നമ്മൾ വിറകിന് വേണ്ടി കീറുന്ന പോലെ റഫായിട്ടുള്ള പീസാണെങ്കിൽ വേഗം വേര് പിടിക്കും. ഞാനിപ്പോൾ ഇതിന് വേണ്ടത് മോസ് മാത്രം മതി. മോസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ, കരിയുടെ വേണ്ട. ഞാൻ ഇതിനകത്ത് വെക്കാനായിട്ട് ഞാൻ എടുക്കുന്നത്, ഇതിൽ നിന്ന് കിക്കി വന്നതിനെ റിമൂവ് ചെയ്തിട്ട് ഇതിനകത്ത് ഫിക്സ് ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് ആദ്യം ഈ കിക്കി എടുത്തിട്ട് ചെയ്യാം. കിക്കി ആദ്യം എടുക്കുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്ത് നോക്കണം. അതിൻ്റെ അപ്പോൾ വേര് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ സൈഡിലോട്ടുള്ള വേര് പിടിച്ചതൊക്കെ ഇളകി വരും. എന്നിട്ട് ഇളക്കുന്നതാണ് എളുപ്പം. അതിൻ്റെ പുതിയ ഫ്രഷ് വേര് മുറിഞ്ഞു പോവാതെ എടുക്കണം. ഇതിൽ നമ്മൾ ഏതെങ്കിലും ഫംഗിസൈഡ് മുക്കണം. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് സാഫിൻ്റെ ഫംഗിസൈഡാണ്. അത് കൈകൊണ്ട് തൊടാതെ ഇതിനകത്തും ഈ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്ത ഭാഗത്തും തേച്ച് കൊടുക്കണം. ഇത് പണ്ട് ഞാൻ വലിയ പ്ലാന്റ് ആയപ്പോഴത്തേക്ക് കട്ട് ചെയ്തപ്പം വേറെ കിക്കി വന്നതാണ്. ഇനി നമുക്കിതിനെ പ്ലാന്റ് ചെയ്യാം. ഇത് പ്ലാന്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഏകദേശം നടുഭാഗത്തായിട്ട് വെക്കണം. പ്ലാന്റ് വളരാനും വേര് കുറച്ച് ഓടി ഫിക്സ് ആവാനും ഉള്ള സ്പേസിന് വേണ്ടിയാണ് നമ്മൾ ഏകദേശം നടുഭാഗത്തായിട്ട് വെക്കുന്നത്. അടിയിൽ ഈ മോസ് ഫംഗിസൈഡിൽ വാഷ് ചെയ്ത മോസാണ്. ആദ്യം മോസ് ഇച്ചിരി അടിയിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇതിനെ വെക്കുക. എന്നിട്ട് വീണ്ടും ഇച്ചിരി മോസ് വെക്കുക. ഈ വേര് ഒടിയാതെ സൂക്ഷിച്ച് വെക്കണം. ഇങ്ങനെ വേര് പൊങ്ങി ഇരിപ്പുണ്ടെങ്കിൽ ഒടിയാതെ വെക്കണം. വെച്ചിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുക. ഈ കെട്ട് ബാക്കി വരുന്ന കുത്തി എടുക്കണം. ഈ വേര് ഒടിയാതെ സൂക്ഷിച്ച് കെട്ടണം. ഇതുപോലെ ഫിക്സ് ചെയ്തിട്ട് ഇനി ഇതിൻ്റെ റൂട്ടെല്ലാം വെളിയിൽ തടിയിലെല്ലാം ഫിക്സ് ആയതിന് ശേഷമേ ഈ കെട്ടഴിക്കാവുള്ളൂ. അല്ലെങ്കിൽ വേഗം തടിയിൽ നിന്ന് ഇളകിപ്പോവും. ഇതുപോലെ തടിയിൽ വെച്ച് വളർത്തിയ പ്ലാന്റാണിത്. റൂട്ട് തടിയിൽ ഫുള്ള് ചുറ്റിയതിന് ശേഷമാണ്
ഒരു ലെയർ കരിയിട്ട് നമുക്ക് ഫില്ല് ചെയ്തതിന് ശേഷം തടിയെടുത്ത് വയ്ക്കാം. സൈഡ് മുഴുക്ക ഹോൾ ഇല്ലെങ്കിലും ഈ പോട്ടിന് കുഴപ്പമില്ല. താഴെ നല്ല വലിയൊരു ഹോളുണ്ട്. അത് നിങ്ങൾ വെക്കുന്ന സ്ഥലത്ത് ബ്ലോക്ക് ആവാതെ നോക്കണം. അടിയിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വെക്കുമ്പം ആ ഹോള് ബ്ലോക്ക് ആവരുത്, അത് ശ്രദ്ധിക്കണം. ഇത് നമ്മൾ ഈ അടിയിൽ കരി ഇട്ടിട്ട് തടി മേളിൽ വെച്ചിട്ട് പ്ലാന്റ് ചെയ്യുമ്പം നല്ല ഹ്യൂമിഡിറ്റി കിട്ടുന്നതുകൊണ്ട് പ്ലാന്റ് നല്ലതുപോലെ വളരുന്നുണ്ട്. ഇതുപോലെ ഒരു ലെയർ ഹോൾ അടയാതെ കരി ഇട്ടിട്ട് നമുക്ക് തടിയെടുത്ത് മേളിൽ വെക്കണം. ലെവലാക്കി വെക്കണം, ചരിഞ്ഞിരിക്കാതെ ലെവലാക്കി വെക്കണം, എന്നാലേ തടി ഉറച്ചിരിക്കത്തുള്ളൂ. എന്നിട്ട് പ്ലാന്റ് ഏത് ലെവലിൽ വരുമെന്ന് നോക്കണം. പോട്ടിൻ്റെ ടോപ്പ് ലെവലിൽ വേണം പ്ലാന്റ് വെച്ച് കെട്ടാൻ. അപ്പോൾ റൂട്ട് താഴോട്ട് പൊയ്ക്കോളും. ബാക്കി മൊത്തം കരിയിട്ട് നമ്മൾ ഫില്ല് ചെയ്യുവാണ്. അവിടെ വെച്ച് പ്ലാന്റ്, ഇത് നമ്മൾ വാങ്ങുന്ന പ്ലാന്റ് ഇതുപോലത്തെ പോട്ടിനകത്ത് കിട്ടുന്ന പ്ലാന്റാണ്. നമുക്കെടുത്തിട്ട് 75% മോസം അങ്ങ് മാറ്റണം. നേരെ ചുവട്ടിലിരിക്കുന്ന മോസ് മാത്രം വെച്ചാൽ മതി. ബാക്കി മോസ് മുഴുക്ക മാറ്റാം. അപ്പോൾ അതിനകത്ത് ഡെഡായിട്ടുള്ള വേരുണ്ടെങ്കിൽ നമുക്ക് അതും കട്ട് ചെയ്ത് കളയാം. ഇതിലിപ്പോൾ ഡെഡായിട്ടുള്ള വേരൊന്നും കാണുന്നില്ല, എല്ലാം ഹെൽത്തി റൂട്ടുകളാണ്. പുതിയ പ്ലാന്റ് ആയതുകൊണ്ട് റൂട്ടൊന്നും ഡെഡായിട്ടില്ല. നമുക്ക് ഈ തടിയിൽ വെച്ച് ഫിക്സ് ചെയ്യാം. ഇതിനകത്ത് മോസ് ഉള്ളതുകൊണ്ട് ഇനി വേറെ മോസ് വെക്കണ്ട. മോസ് ഇല്ലെങ്കിൽ മാത്രം ചുറ്റി വേറെ മോസ് വെച്ച് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഈ ഷേപ്പുള്ള ആയതുകൊണ്ട് ഞാൻ ഒരു പ്ലാന്റേ വെക്കുന്നുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനത്തെ ഫ്ലാറ്റ് വുഡ് എടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഒരു പ്ലാന്റ് വെക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ അപ്പുറത്തെ സൈഡിൽ വേറെ പ്ലാന്റ് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. പ്ലാന്റ് ഒട്ടും കുലുങ്ങാത്ത രീതിയിൽ ടൈറ്റാക്കി കെട്ടിവെക്കണം. പ്ലാന്റ് മൂവ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വേര് പിടിക്കത്തില്ല. ഇങ്ങനെ വെച്ചിട്ട് ആ ലെവലിൽ കരിയിട്ട് ഫില്ല് ചെയ്യാം. ഇത് റൂട്ടെല്ലാം മേളിലോട്ടും സൈഡിലോട്ടും പ്ലാന്റും അങ്ങ് ഹൈറ്റിൽ വരും.